2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏതാണ്ട് 60 വയസ്സിനടുത്ത് പ്രായമാകും. ഷഷ്ടിപൂർത്തിയിലെങ്കിലും, മധ്യവയസ്സ് പിന്നിട്ട് ഷഷ്ടിപൂർത്തിയിൽ എത്തുമ്പോഴെങ്കിലും, അല്ലെങ്കിൽ വൃദ്ധനായി മാറുമ്പോഴെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമോ എന്നതാണ് എല്ലാവരുടെയും ഒരു ആകാംക്ഷ. എന്തായാലും നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഒന്നാമത് രാഹുൽ ഗാന്ധി ഒരടി മുന്നോട്ട് വെച്ചാൽ 2 അടി പിന്നോട്ടടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫ് ഗോളുകൾ അയാളുടെ ഭാഗത്തു നിന്നുണ്ടാകും. സെൽഫ് ഗോളുകളുടെ ഒരു തമ്പുരാനാണ് രാഹുൽ ഗാന്ധി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അർബൻ നക്സലുകളായുള്ള ആളുകളുടെ കൂട്ടാണ്. കാരണം രാഹുൽ ഗാന്ധി ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇത്തരം അർബൻ നക്സൽ മൈൻഡ് സെറ്റുള്ള കുറേ ആളുകളാണ്. ഇന്ത്യയുടെ ജനകീയ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഇല്ലാത്ത കുറേ നേതാക്കളാണ് രാഹുൽ ഗാന്ധിയെ കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന് അജണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇവരാണ്. ജയറാം രമേശ്, സുപ്രിയ ശ്രീനേറ്റ്, പിന്നെ ഈ രീതിയിലുള്ള കുറേ ആളുകൾ, നമുക്കറിയാം ഒരുപാട് പേരുകളുണ്ട്, പവൻ കേര എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരാണ് രാഹുൽ ഗാന്ധി ഈ രീതിയിലുള്ള നാടകങ്ങളൊക്കെ കളിപ്പിച്ച് ഇങ്ങനെയൊരു കോമഡി ക്യാരക്ടറാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആ ഒരു നിലപാടൊന്നും ഇനി മാറ്റാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഒന്നാമത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു രാഷ്ട്രമാണ്. 140 കോടിയിലധികം ജനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇത്തരം കോമാളി ഇത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ കുറേ കയ്യടി കിട്ടും. കാരണം അതിന് വലിയൊരു വിഭാഗം ആളുകൾ സപ്പോർട്ടും ഉണ്ട്. പ്രത്യേകിച്ച് മോദി വിരുദ്ധരായ ആളുകൾ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും, അതുകൂടാതെ തന്നെ പല രീതിയിലുള്ള രാഷ്ട്രീയ ധാരകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല ആളുകളും മോദിയെ വളരെ നിശിതമായി വിമർശിക്കുന്ന, BJP വിമർശിക്കുന്ന ആളുകളുണ്ട്. കോടിക്കണക്കിന് ആളുകളുണ്ട്. കാരണം ഇന്ത്യയുടെ പോപ്പുലേഷൻ നമുക്കറിയാം. പക്ഷേ ഇവരിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രം ഒരിക്കലും ഇന്ത്യയിൽ അധികാരത്തിലൊന്നും വരാൻ സാധിക്കില്ല. ഇന്ത്യയിൽ അധികാരം നിർണ്ണയിക്കുന്നത് വലിയൊരു വിഭാഗം വരുന്ന നിഷ്പക്ഷ മനസ്സുള്ള ആളുകളാണ്, ദേശീയവാദികളാണ്. അവരൊരിക്കലും ദേശവിരുദ്ധ സമീപനം അംഗീകരിക്കുന്നവരല്ല. പക്ഷെ അവർക്ക് സ്വാഭാവികമായിട്ടും ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഒപ്പം നിർത്തിയാൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു സാധ്യത ഇന്ത്യയിലുള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധി ഇത്തരം പ്രവണതകൾ വഴി, ഇത്തരം മോശമായ ഭാഷകൾ, ഇത്തരം മോശമായ ചേഷ്ടകൾ, ഇതുകൊണ്ടൊക്കെ വലിയൊരു വിഭാഗത്തെ, ഈ പറയുന്ന വലിയൊരു വിഭാഗത്തെയാണ് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്പം അദ്ദേഹത്തോടൊരു അനുകമ്പ തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ രീതിയിലുള്ള സെൽഫ് ഗോളുകൾ വരും. അതോടുകൂടി അവർ ആ ഒരു പഴയ നിലപാടിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ ആ ഒരു നിലപാട് അവർ തിരുത്തും എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ എന്തോ ഒരു മൂഢസ്വർഗത്തിലാണ്. അവരടുത്ത തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരാനുള്ളൊരു സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും.